ലുങ്കിവാല പരാമർശം യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ കേരള വിരുദ്ധ മനസ്സ് പ്രതിഫലിപ്പിച്ചതാണ്. അതിന് തികട്ടി പുറത്തു വന്നതാണ്. അവർക്ക് മലയാളികളോട്, സൗത്ത് ഇന്ത്യൻസിനോട്, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളോട് എന്താണ് ബി.ജെ.പിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് ഒരു ബി.ജെ.പി എം.പിയുടെ ഒരു കമന്റിലൂടെ, ഒരു അഭിപ്രായത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇന്ത്യയെ വിഭജിക്കാൻ അനുവദിക്കില്ല. ഇന്ന് പാർലമെന്റിൽ ഇത് ബോധ്യപ്പെട്ടു. നിങ്ങൾ സൗത്ത് ഇന്ത്യൻ എന്നോ ഭാഷയുടെയോ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെയോ ഒക്കെ പേരിൽ നിങ്ങൾ വിഭജിപ്പിക്കാൻ മതത്തിന്റെ പേരിലൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ന് ഈ വളരെ മോശപ്പെട്ട പരാമർശത്തിന്റെ, അധിക്ഷേപ പരാമർശത്തിന്റെ സഭയിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് സൗത്ത് ഇന്ത്യൻസ് മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ബി.ജെ.പി വിരുദ്ധരായ മുഴുവൻ പേരുണ്ടായിരുന്നു. അതിന് കാശ്മീരുകാർ ഞങ്ങളുടെ ഒപ്പം കൊടുത്തു. അതിശക്തമായി അവരെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇതാണ് ഇന്ത്യ. അപ്പൊ ഇന്നത്തെ പ്രൊട്ടസ്റ്റിലൂടെയെങ്കിലും, ഈ പ്രൊട്ടസ്റ്റിൽ കണ്ട വൈവിധ്യത്തിലൂടെയെങ്കിലും ബി.ജെ.പി അല്പം പഠിക്കാൻ ശ്രമിക്കണം എന്താണ് ഇന്ത്യയെന്ന്. ഇന്ത്യൻ വൈവിധ്യത്തെ തകർക്കാൻ ബി.ജെ.പിയെ അനുവദിക്കില്ല. മലയാളിയുടെ, നമ്മുടെ നാടിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ എന്നും എക്കാലവും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, ഉയർത്തിപ്പിടിക്കും. അതാണ് ഇന്ത്യയുടെ കരുത്ത്. അത് ഞങ്ങൾ തുടരും. ചെയറിന്റെ ഇന്നത്തെ റൂളിങ്ങിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. കാരണം ചെയറിന്റെ റൂളിംഗ് വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ, ഏതെങ്കിലും തരത്തിലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ കരുത്ത്. ആ ഡൈവേഴ്സിറ്റിയെ ഹട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രയോഗവും ഭാവിയിൽ ഹൌസിൽ ഉണ്ടാകരുത് എന്ന് ചെയർ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യാണ്. അത് ഇതല്ല ഇപ്പോഴത്തെ പരാമർശത്തിന്റെ കാര്യം, ഇനി വരാനിരിക്കുന്നു, റൂളിംഗ് വരാനുള്ളൂ. ഇന്നലെ ഡിലീറ്റ് ചെയ്ത് എക്സ്പെൻഡ് ചെയ്ത് വേറൊരു പരാമർശം, അത് പൊളിറ്റിക്കൽ റിമാർക്കാണ്. നിർമ്മല സീതാരാമൻ ഇപ്പോൾ അദ്ദേഹം ചെയർ റൂളിംഗിന്റെ ഭാഗമായി തന്നെയായിരുന്നു അത് പറഞ്ഞത്. അത് രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചിട്ടുണ്ട്. അത് ചെയർ എടുക്കുന്ന ഒരു വളരെ പോസിറ്റീവായ അപ്രോച്ചായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സഖാവ് ബ്രിട്ടാസ് അതിനോട് തീർച്ചയായും സഹകരിക്കുകയും ചെയ്യും.